കോഴിക്കോട് വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നതിൽ ജില്ലാ കളക്ടർക്കെതിരെ കോൺഗ്രസ്. വരണാധികാരിക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കുമെതിരെ ഡിസിസി ഹൈക്കോടതിയെ സമീപിച്ചു. ഇന്നർ പെരിമീറ്ററിനുള്ളിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചുവെന്നും ഡിസിസി നേതൃത്വം ആരോപിച്ചു. സ്ട്രോങ് റൂം തുറന്നവർക്കെതിരെ നടപടിയെടുക്കാത്ത ജില്ലാ കളക്ടറുടെ പ്രവൃത്തികളിൽ ദുരൂഹതയുണ്ടെന്നാണ് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺ കുമാറിന്റെ ആരോപണം. സ്ട്രോങ് റൂമിന് സമീപം മെറ്റീരിയൽ റൂം സ്ഥാപിക്കാൻ അനുമതി നൽകിയതിൽ ഗുരുതര വീഴ്ച കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായി. പേരാമ്പ്ര കൊയിലാണ്ടി വരണാധികാരികളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ആവശ്യവും ഉന്നയിച്ചു. ഇനിയുള്ള തെരഞ്ഞെടുപ്പ് നടപടിയിൽ നിന്നും ഇവരെ മാറ്റി നിർത്തണമെന്നും പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടറുടെ നടപടിയിലും ദുരൂഹത സംശയിക്കുന്നു. കാരണം ഇത്രയ്ക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ അറിയിപ്പിലൂടെ ബോധ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത നടപടിയിൽ ദുരൂഹതയുണ്ട്. ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂട്ട് ചെയ്യണം. ഇവരെ എല്ലാ നടപടിയിൽ നിന്നും ഇനി അങ്ങോട്ടുള്ള കൗണ്ടിംഗ് വരെയുള്ള എല്ലാ നടപടിയിൽ നിന്നും മാറ്റി നിർത്തി ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ച ഇന്നർ പെരിമീറ്ററിനുള്ളിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചെന്ന ഗുരുതര ആരോപണവും പ്രവീൺ കുമാർ ഉന്നയിച്ചു. പേരാമ്പ്രയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന ചോദ്യത്തിന് പരിചയസമ്പത്ത് കുറവുണ്ടെന്ന മറുപടിയാണ് പ്രവീൺ നൽകിയത്. ഇവിടുത്തെ ചർച്ചാ വിഷയം ദയവായി ഫാത്തിമ തെഹ്ലി എന്നുള്ള പുതുമുഖ സ്ഥാനാർത്ഥിയുടെ വീഴ്ചയെക്കുറിച്ച് ആവരുത്. അതല്ല ചർച്ചാ വിഷയം, അത് മറ്റൊരു വിഷയമാണ്. അത് പാർട്ടി വിളിച്ചോട്ടെ. അതേക്കുറിച്ചൊക്കെ പറയേണ്ടത് ലീഗ് നേതൃത്വം പറയട്ടെ. തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകുന്നതിനോടൊപ്പം ഹൈക്കോടതിയെ സമീപിക്കാനും ഡിസിസി നീക്കം ആരംഭിച്ചു. റിട്ടേണിംഗ് ഓഫീസറിൽ അവിശ്വാസം രേഖപ്പെടുത്ത UDF മേൽനോട്ടത്തിന് കമ്മീഷനെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, കോഴിക്കോട്.